വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വീഡിയോ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഡ്യൂട്ടിക്ക്. നേരത്തെ ഇറങ്ങിയാലും വെയിലിനൊരു കുറവില്ല കേട്ടോ. അപ്പം നേരെ ഗ്യാരേജിലേക്ക്. നേരത്തെ ഇറങ്ങാനുള്ള കാരണം ഇതാണ്. കസ്റ്റമർ വിളിച്ചാൽ നമ്മൾ ചെന്നല്ലേ പറ്റുള്ളൂ. റാമ്പിലേക്ക് വണ്ടി കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. വീലൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാൽ നേരെ അടിയിലേക്ക്. വർക്കൊക്കെ കഴിഞ്ഞു. നേരെ ചായയും ഒരു ബെന്നും എടുത്തു. കുറച്ചധികം ക്യാൻ ഉണ്ടായതുകൊണ്ട് അത് മ്യൂസിയത്തിൻ്റെ അവിടെ കൊണ്ടിടണം. അതിട്ടു. അതും കളഞ്ഞു. ഇതാണ് ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. വണ്ടി ഭ്രാന്തന്മാരുണ്ടെങ്കിൽ ഈ വണ്ടി ഏതാ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നേരെ ഷോപ്പിലേക്ക്. ഇതാണ് ഷംഷീർക്ക, എൻ്റെ ആശാൻ. കുറച്ച് സ്പെയർ വന്നു. അതൊക്കെ റെഡിയാക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ. അപ്പം ആ പണിയും കഴിഞ്ഞു. അതൊക്കെ ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് വൈപ്പർ ബ്ലേഡും വന്നിട്ടുണ്ട്. മോർ എന്ന് പറഞ്ഞ ഒരു കമ്പനി. അത് പല സൈസിലുണ്ട്. അടുത്ത കമ്പനി എല്ലാവർക്കും അറിയാം, ബോച്ച്. ഇതെല്ലായിടത്തും ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഈ കുപ്പിയിലുള്ളതാണ് റേഡിയേറ്റർ ഫ്ലഷിങ്. അപ്പം റേഡിയേറ്ററിൽ ചളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യുന്ന കെമിക്കൽ. നേരെ ഫിൽറ്റർ സെക്ഷനിലേക്ക്. ഏതെങ്കിലും ഫിൽറ്റർ കുറവുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്ന്. കുറവുണ്ടെങ്കിൽ അത് ഓർഡർ കൊടുക്കണം. അപ്പോൾ കുറവൊന്നുമില്ല, ഫിൽറ്റേഴ്സ് കുറവൊന്നുമില്ല. ഇത് ലേശം വീലധികമുള്ള ഫിൽറ്റേഴ്സാണ്. അപ്പം നല്ല അറബി കസ്റ്റമറൊക്കെ വരുമ്പോഴാണ് അത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെ ഓയിൽ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റിക്കർ ഒട്ടിക്കാനാണ്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചാലാണ് കസ്റ്റമറിന് നെക്സ്റ്റ് കിലോമീറ്റർ ആകുമ്പം ഓയിൽ മാറ്റാനും അറിയാനും കഴിയുക. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കാം. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കല്ലേ. അപ്പം ബൈ.